ഇന്നലെ നമ്മൾ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ മുഖ്യമന്ത്രിമാരുടെ അവരുടെ പരാമർശങ്ങൾ, അതിന്റെ നിലവാര ഇല്ലായ്മയെ കുറിച്ച്. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓരോരുത്തരുടെയും അഭിരുചി അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് അനുസരിച്ച് അവരവർക്ക് പൂരിപ്പിക്കാമെന്നാണ്. ഇന്നലെ അതിന് ഇ.പി. ജയരാജൻ നൽകിയിരുന്ന വ്യാഖ്യാനം പൊന്നുമോൻ എന്നാണ്. പൊന്നു എന്നുള്ള രീതിയിലാണ്. ബാക്കി അപ്പൊ അതാണ് ഇന്നലെ ഇ.പി. ജയരാജൻ നൽകിയ വ്യാഖ്യാനം. അപ്പൊ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ അസിത പറഞ്ഞത് ഇത് രണ്ടും ഒന്ന് എന്നുള്ളതിന്റെ അതിനകത്ത് വേറൊരു അർത്ഥത്തെ കുറിച്ചാണ് അസിത പറഞ്ഞത്. അതിന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതെന്താന്നുള്ളത്. അതെ അതെ അതെ. മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. വരമൊഴി സാഹിത്യത്തിൽ പറയുന്നതാണ്. അതിനെ കുറിച്ചായിരുന്നു അസിത പറഞ്ഞത്. അപ്പോ ഇതില് നമ്മൾ കാണേണ്ടത്, ഇന്നിപ്പോ മുഖ്യമന്ത്രി അത് നിർത്തുന്നില്ല. സാധാരണ മുഖ്യമന്ത്രി പറയുന്ന വാക്കാണല്ലോ നമ്മൾ കാണേണ്ടത്. അല്ല, മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് അത് നിർത്തുന്നില്ല, അത് അവസാനിപ്പിക്കുന്നില്ല. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അടുത്ത മറുപടിയുമായി എത്തിക്കൊള്ളാം എന്നുള്ള നിലയിലാണ്. അതായത് മുഖ്യമന്ത്രി എന്തൊക്കെയോ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് മനസ്സിൽ രേവന്ത് റെഡ്ഡിക്കെതിരെ ആഞ്ഞടിക്കുന്നതിന്. അത് വരും ദിവസങ്ങളിൽ അത് കാണാമെന്നാണ് തോന്നുന്നത്. അതിന്റെ ഒരു ചെറിയ സൂചന, അഴിമതി കേസിൽ അകത്തുപോയ ആള് ഒരു മുഖ്യമന്ത്രി, അഴിമതി കേസിൽ അകത്തായ ഏക മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലാണ് ഇന്ന് ആ പ്രതികരണം മുഖ്യമന്ത്രി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.